Hello guys, welcome back to my channel Leo Zodiac Gaming. So guys, അപ്പോൾ നമ്മുടെ വാലറന്റിന്റെ 9.1 എന്നുള്ള ഒരു പാച്ച് അപ്ഡേറ്റ് നമുക്കിപ്പോൾ ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നോട്ട് നമ്മുടെ ഗെയിമിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ഡേറ്റ്സ് ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കി നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നിയോണിൻ്റെ സ്ലൈഡ് 2 സ്ലൈഡിൽ നിന്ന് ഇപ്പോൾ 1 സ്ലൈഡ് മാത്രമേ ഇനി തൊട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി തൊട്ട് 1 സ്ലൈഡ് മാത്രമേ ബൈ ചെയ്യാനും കാണത്തുള്ളൂ, അതുപോലെ 1 സ്ലൈഡ് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോണിൻ്റെ സ്ലൈഡിങ് ആക്രോസ് കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ആക്രോസിനെക്കാളും ക്രൗച്ച് വാൾക്കിങ് ആക്രോസ് ആക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നിയോണിൻ്റെ സ്ലൈഡിങ്ങിലൂടെ നമുക്ക് കുറച്ചുകൂടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും, കുറച്ചുകൂടെ ആക്രോസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിയോണിൻ്റെ അൾട്ട് എന്ന് പറയുമ്പോൾ ഇനി തൊട്ട് 7 പോയിൻ്റ് അല്ല 8 പോയിൻ്റ് ആവണം. 8 പോയിൻ്റ് ആയാൽ മാത്രമേ നമുക്ക് നിയോണിൻ്റെ അൾട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിയോണിൻ്റെ അൾട്ട് ഓൾറെഡി നല്ല രീതിയിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ തരുന്നൊരു അൾട്ടാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയ ഒരു അൾട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അതിപ്പം 7 പോയിന്റിൽ നിന്ന് 8 പോയിന്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമ്മുടെ നിയോണിൻ്റെ അൾട്ടിൻ്റെ ഡ്യൂറേഷനും ഡിക്രീസ്ഡ് ആക്കിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് നിയോണിൻ്റെ അൾട്ട് 20 സെക്കൻഡ് വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു, കില്ലൊന്നും എടുക്കാതെ തന്നെ. ഇനി തൊട്ട് അത് 10 സെക്കൻഡേ കാണത്തുള്ളൂ. നമ്മൾ കില്ലോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് തീർന്നു പോകുന്നതായിരിക്കും. 10 സെക്കൻഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് നോക്കിയാണെങ്കിൽ നമ്മുടെ വൈസിൻ്റെ റൈസർ വൈൻ എന്നുള്ളൊരു എബിലിറ്റി ഡാമേജ് പെർ ടിക്ക് 6ൽ നിന്ന് 10ലേക്ക് ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി മുള്ളു പോലത്തെ സംഭവത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കിനി 6 ലൈഫ് വെച്ചല്ല കുറയുന്നത്, ഓരോ ടിക്കിലും നമുക്ക് 10 ലൈഫ് വീതമായിരിക്കും കുറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് പെട്ടെന്ന് കുറയാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വൈസിൻ്റെ റൈസർ വൈൻ എന്നുള്ള എബിലിറ്റിയിൽ ഇനി തൊട്ട് നമ്മൾ ഡാഷ് ചെയ്യുമ്പോഴോ സ്ലൈഡ് ചെയ്യുമ്പോഴോ അതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഡിസ്റ്റൻസും കുറവായിരിക്കും. നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡാഷ് ചെയ്യുന്ന ഡിസ്റ്റൻസ് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ വൈസിൻ്റെ റൈസർ വൈൻ എന്നുള്ള ഒരു എബിലിറ്റിയുടെ വെർട്ടിക്കൽ ഡ്രോപ്പ് സ്പോൺ ഹൈറ്റ് 450 300 ആക്കിയിട്ടുണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൈസർ വൈൻ എന്നുള്ള ആ ഒരു സംഭവം ഇനി തൊട്ട് താഴെ വരെ എത്തത്തില്ല. ഇപ്പോൾ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇനി തൊട്ട് 300 വരെ എത്തത്തുള്ളൂ. മുമ്പ് 450 ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ നമ്മുടെ എനിമീസിന് ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല, ആ ഒരു ഡാമേജും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ഹൈറ്റ് കുറച്ച് വെക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ വൈസിൻ്റെ ആർക്ക് റോസ് എന്ന് പറഞ്ഞ ആ ഒരു എബിലിറ്റി ഇപ്പോൾ നോർമലി ഇന്ന് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗണ്ണ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ടൈമിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അത് സ്ലോ ആയിരുന്നു മുമ്പ്, ഇപ്പോൾ നമുക്കത് ഫാസ്റ്റായിട്ട് നമുക്ക് ഗണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഗൈസ്, അപ്പോൾ ഇനി തൊട്ട് നമുക്ക് നമ്മുടെ മാപ്പിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റ്സ് ഒന്നും നമുക്ക് നമ്മുടെ ഗെയിമിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. മാപ്പിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പിൽ മാത്രമേ നമുക്കും അതുപോലെ നമ്മുടെ ടീംമേറ്റ്സിനും കാണാനായിട്ട് പറ്റുള്ളൂ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എനിമി ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇനി തൊട്ട് അത് പറ്റത്തില്ല. നമുക്ക് മാർക്ക് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാനായിട്ട് പറ്റും, മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫയർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോക്കിലൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് പോകത്തില്ല. നമുക്ക് മുമ്പാണെങ്കിൽ നമ്മൾ സ്മോക്കിൽ കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് ആ ഒരു മാർക്ക് പോകുമായിരുന്നു. ഇനി തൊട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മോക്കിൽ തന്നെ തങ്ങി നിൽക്കുക. ആ സ്മോക്കിൻ്റെ അവിടെ ആയിരിക്കും ഇനി മാർക്ക് വീഴുന്നത്, ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകത്തില്ല. അതുപോലെ തന്നെ പിന്നെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി തൊട്ട് നമ്മുടെ ടീം ഡെത്ത് മാച്ചിൽ നമുക്ക് റീജൻ ഷീൽഡ് എടുക്കാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റീജനറേറ്റ് ആവുന്ന ഒരു ഷീൽഡ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുമായിരിക്കും. അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെപ്പൺ സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിനി ഓരോ വേരിയൻറ്റും സെപ്പറേറ്റ് ആയിട്ട് അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പാർട്ടി ചാറ്റിൻ്റെ കളറും അപ്പിയറൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഗ്ഗും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ നിയോണിൻ്റെ ആ ഒരു എബിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ലത് തന്നെയാണ്. കാരണം നിയോണിൽ ആൾറെഡി നല്ലൊരു ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഏജൻറ്റ് തന്നെയാണ്. അതുപോലെ വൈസിൻ്റെ ഒരു എബിലിറ്റീസ് കൂട്ടിയതിനുള്ള കാരണം എനിക്ക് തോന്നുന്നു വൈസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തൊരു ഏജൻറ്റാണ്. ഏജൻറ്റ് യൂസേഴ്സ് വളരെയധികം കുറവാണ്. അതുകൊണ്ടായിരിക്കണം വൈസിൻ്റെ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തിനാണ് വരുത്തിയത് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഗെയിം ഹാർഡാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചേഞ്ച് ആക്കിയിട്ടുള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വാലറന്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിൽ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.